അവരുടെ മഖാം വളപട്ടണത്ത് എല്ലാവർക്കും അറിയാം. അതുപോലെ കണ്ണൂർ സിറ്റിയുടെ ഹൃദയഭാഗത്ത് സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ, അവരെല്ലാം 700 കൊല്ലത്തിന്റെ മുമ്പ് ഈ കേരളക്കരയിൽ എവിടുന്ന് വന്നു? അങ്ങനെ ബുഖാറയിൽ നിന്നും ഖുറാസാനിൽ നിന്നും യമനിൽ നിന്നും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും അങ്ങനെ വിവിധ നാടുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിലെത്തിയ മഹാന്മാർ എന്തിനു വേണ്ടി വന്നതാണ്? യുവാക്കളെ, അവർക്ക് നല്ല സുഖവാസ സ്ഥലം കിട്ടാൻ വേണ്ടി ഇവിടെ റിസോർട്ട് നിർമ്മിച്ച് അതിൽ താമസിക്കാൻ വന്നവരാണോ? ഒരിക്കലും അല്ല. യന്ത്രത്തിന്റെ ബോട്ട് ഇല്ല, യന്ത്രത്തിന്റെ കപ്പലില്ല. വെറും പായ കെട്ടിപ്പൊന്നിച്ചു വെച്ചിട്ട് അതിൽ കാറ്റ് കുടുങ്ങിയിട്ട് വേണം ഇവിടെ എത്താൻ. യഥാർത്ഥത്തിൽ അവരുടെ കറാമത്ത് കൊണ്ട് എത്തി എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ ഇങ്ങനെ തോണിയിൽ കുത്തിരുന്ന് ഇങ്ങനെ ആ കൊട ഇങ്ങനെ കെട്ടിയാൽ കാറ്റെങ്കോട്ടാ വരുന്നത്, അതിനനുസരിച്ചിട്ടല്ലേ പോവുള്ളൂ. മക്കത്തുനിന്ന് ഇവിടേക്ക് കാറ്റിന്റെ ഗതി കൊണ്ട് വരണമെങ്കിൽ അവരെ കറാമത്ത് തന്നെയാണ്. ഷാമിൽ നിന്ന് വരണമെങ്കിൽ അവരെ കറാമത്താണ്. ഏതായാലും അല്ലാഹു തആല അവരെ ഇവിടേക്ക് എത്തിച്ച് അങ്ങനെ വളപട്ടണത്തും പുതിയങ്ങാടി പഴയങ്ങാടി പള്ളിയിൽ എഴുതി വെച്ച പലകയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ തങ്ങൾ അവറുകൾ പലപ്പോഴും ഞാൻ അവരെ കേട്ടിട്ടുണ്ട്. ഇസ്ലാം ഹിജ്റയുടെ 5ാമത്തെ വർഷം ഇവിടെ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് ജനങ്ങളെ പഠിപ്പിച്ചു. അത് വാളും പരിചയും കുന്തവും എടുത്തുകൊണ്ട് പഠിപ്പിച്ചതല്ല. അവർ അവരുടെ കറാമത്ത് കൊണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് അടുത്തു വരുന്നു. അവരുടെ സൽസ്വഭാവം കൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തു വരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമുമായി വന്നപ്പോൾ വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫളൻ വലീദൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുന്നു, ഓ നബിയേ, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തായതുകൊണ്ട് തങ്ങൾ എല്ലാവരോടും വളരെ വിനയം കാണിച്ച് വളരെ താഴ്മയോടുകൂടി വിനയത്തോടുകൂടി പെരുമാറി. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. വലൗകുന്ത ഫളൻ വലീദൽ ഖൽബി. അതേസമയത്ത് തങ്ങളെങ്ങാനും ഒരു കടുത്ത സ്വഭാവിയോ ഭീകരനോ ആയിരുന്നുവെങ്കിൽ ലം ഫളൂ മിൻ ഹൗലിക, ജനങ്ങളൊക്കെ അകന്നു പോകുമായിരുന്നു എന്ന്. അതുകൊണ്ട് നാം എല്ലാവരും എപ്പോഴും നല്ല സ്വഭാവികളാവണം. ഒരു മനുഷ്യരെയും ചീത്ത പറയരുത്, ആരെയും ഗീബത്ത് പറയരുത്, ആരെയും പരദൂഷണം പറയരുത്, ആരെയും പരിഹസിക്കരുത്. അങ്ങനെ ഏറ്റവും നല്ല മനുഷ്യനായി അഖ്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ നല്ല സ്വഭാവമുള്ളവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല സ്വഭാവം. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അഖ്റബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവർ അൻഫഉഹും ലിന്നാസി, മനുഷ്യന്മാർക്ക് കൂടുതൽ നഫഅ് ചെയ്യുന്ന, ഗുണം ചെയ്യുന്നവരാണ്. മനുഷ്യന്മാർക്ക് ഗുണം ചെയ്തു കൊടുക്കുക, ഫലമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നിർമ്മിക്കുക, മദ്രസയുണ്ടാക്കി കൊടുക്കുക, പള്ളിയുണ്ടാക്കി കൊടുക്കുക, അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ മനുഷ്യന്മാർക്ക് ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവനെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട് പറയാനുള്ളത് കാലം വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ചീത്ത പറയുന്നവരും തമ്മിലടിക്കുന്നവരും കുഴപ്പമുണ്ടാക്കുന്നവരും മാത്രം ഇങ്ങനെ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ നമ്മൾ തന്നെ നോക്കണം കേട്ടോ. അവരുടെ കൂടെ ഒന്നും കൂടിയാൽ നമ്മുടെ ഈമാൻ രക്ഷപ്പെടൂല. അതുകൊണ്ട് മഹാന്മാരായ സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ കാണിച്ചു തന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന് അതിന്റെ പ്രവർത്തകരാവണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ KP അബൂബക്കർ മുസ്ലിയാർ പട്ടു വന്നു. നിങ്ങളോട് നമ്മുടെ മദ്രസയിലെ ബാലസംഘത്തിന്റെ ചരിത്രം പറഞ്ഞു. ചെറിയ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് അതാണ്. മക്കളെ, നിങ്ങൾ വലിയവരെ ബഹുമാനിക്കണം. നിങ്ങൾ ദൈവത്ത് പറയരുത്. നിങ്ങളുടെ നാട്ടിലുള്ള കാരണവന്മാര് അവർക്കൊന്നും